ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം കഠിന തടവ്, 2 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്തം ശിക്ഷ അപൂർവമാണ്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. വിവിധ വകുപ്പുകളിലായി 2 ലക്ഷം രൂപ പിഴയും അടക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ വാദിച്ചത്. ദിവ്യശ്രീയെ 2024 നവംബർ 21 വൈകിട്ട് വീട്ടിൽ വെച്ചാണ് ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. 2011 പ്രണയവിവാഹിതരായവരാണ് രാജേഷും ദിവ്യശ്രീയും. രാജേഷിന്റെ സ്ഥിര മദ്യപാനം മൂലം പിന്നീട് ഇവർ അകന്നു. വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നും തന്റെ 7 ലക്ഷം രൂപ തിരികെ കിട്ടണമെന്നും ആവശ്യപ്പെട്ട് ദിവ്യശ്രീ കണ്ണൂർ കുടുംബ കോടതിയിൽ പരാതി നൽകിയിരുന്നു. കണ്ണൂർ കുടുംബ കോടതിയിൽ ഇവരുടെ വിവാഹമോചന പരാതി പരിഗണനയിലായിരുന്നു. സംഭവ ദിവസം രാവിലെ ദിവ്യശ്രീ കോടതിയിൽ ഹാജരായി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും കോടതി മുറിയിൽ എത്തിച്ചു നടത്തിയ വിചാരണയായിരുന്നു ദിവ്യശ്രീ വധക്കേസിലേത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ പ്രതി രാജേഷ് പയ്യന്നൂരിലെ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെയും സംഭവശേഷം പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ട്. പെരുമ്പപ്പുഴയിൽ ഉപേക്ഷിച്ച കൊടുവാൾ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം മുങ്ങിയെടുക്കുന്നത്, കൊലപാതക ശേഷം കണ്ണൂർ പുതിയ തെരുവിലെ ബാറിലെത്തി പ്രതി മദ്യപിക്കുന്നത്, ഇതിനിടെ പോലീസ് എത്തി പിടികൂടുന്നത്, ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ പ്രദർശിപ്പിച്ചു. കൊലപാതകം നടന്ന് 1.5 വർഷത്തിനകമാണ് കേസിൽ വിധി വരുന്നത്. 36 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥനെയും 5 ദിവസം വിസ്തരിച്ചു. പരാതിക്കാരനായ അയൽവാസി ശശി മോഹൻ, ദിവ്യശ്രീയുടെ അച്ഛൻ വാസു, സഹോദരി പ്രവിത, പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ TM പ്രജിത്ത് തുടങ്ങി 65 സാക്ഷികളെ വിസ്തരിച്ചു. 51 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. 102 രേഖകൾ മാർക്ക് ചെയ്തു. കൊലപാതകം, വധശ്രമം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതകത്തിനായി വീട്ടിൽ അതിക്രമിച്ച് കയറൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. അതിക്രൂരമായാണ് ഭാര്യയെ വെട്ടിക്കൊന്നതെന്നും നിരായുധയായ സ്ത്രീയെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു.